ചുറ്റുമില്ല, നീ പറയുകയും വേണ്ടെന്ന്. ഏത് ചിലപ്പോ ഗൗരി? മനസ്സിലായില്ലടാ. ലൈവ് ഇരിക്കുന്നതോ? ഞാനോ? പോടാ. ഓ അങ്ങനെ ആരോ 3 പേരുണ്ട്. അതിലാരെങ്കിലും ഗൗരി ഉണ്ടെങ്കിൽ എന്താ? നിന്റെ ഏജ് പറയുന്നതിന് ഇപ്പം എന്താ? അങ്ങനെയൊന്നുമില്ല. ആരോ എന്തോ അറിഞ്ഞൂടാ. ഞാൻ കഴിച്ചടാ. ഞാനേ അപ്പുറത്തെ പള്ളിയിലെ BBS ആയിരുന്നേ. അതും കഴിഞ്ഞിട്ട് ഇപ്പം വന്നതേ ഉള്ളൂ. അപ്പം കഞ്ഞി കുടിച്ചു. പാറു പുറത്ത് TV കാണണടാ. പുറത്തല്ല, അപ്പുറത്തെ റൂമിൽ TV കണ്ടോണ്ടിരിക്കുന്നു. കാർട്ടൂൺ. എന്താ ഇൻസ്റ്റാഗ്രാം മെസ്സേജ് ഒന്നും അയക്കുന്നില്ലല്ലോ? ആരാ? ഞാനോ? ഞാൻ ഇൻസ്റ്റാഗ്രാം അങ്ങനെ നോക്കാറില്ലടാ. ഞാൻ പറഞ്ഞില്ല, ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ അത്ര ആക്റ്റീവ് ഒന്നും അല്ല. ഞാൻ റിപ്ലൈ തന്നല്ലോ. നീ നിവേദിതയല്ലേ മാളു അല്ലേ എന്ന് ഞാൻ ചോദിച്ചല്ലോ. എന്നിട്ട് നീയല്ലേ പിന്നെ മിണ്ടാതെ പോയേ. ഞാൻ ഇൻസ്റ്റാഗ്രാം തുറക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നെറ്റ് മിച്ചം കുറേ കിടപ്പുണ്ടെങ്കിൽ റീൽസ് കണ്ട് തീർക്കാനും, പിന്നെ സ്റ്റാറ്റസ് നല്ലതും വല്ലതും ഉണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടാനും വേണ്ടിയിട്ടാണ് ഞാൻ ഇൻസ്റ്റ തുറക്കുന്നത്. അതും ഡെയിലി ഒന്നുമില്ല. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ വല്ല മെസ്സേജുകളും വന്ന് കിടപ്പുണ്ടെങ്കിൽ ചിലപ്പം എടുത്തു നോക്കും. അപ്പോഴാണ് ഞാൻ നിങ്ങൾക്കൊക്കെ റിപ്ലൈ തരുന്നത്. ഋത്തിക് എന്നല്ല പേര്. ഋത്തിക് അല്ല, അത് നിവേദിത എന്നല്ലേ പേര്. നിവേദിതയാണ്, നിവേദിത. നിവേദിതയല്ലേ? അതെ, നിവേദിത. പോയെന്ന് തോന്നുന്നു. കണിയൊക്കെ വെച്ചോടാ വീട്ടില് വിഷുവിന്? വിഷുക്കണിയൊക്കെ വെച്ചോ വീട്ടില്?